എന്താടാ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയാ? അമ്പലത്തിൽ ചെന്നില്ലെങ്കിൽ മോശമല്ലേ? അയ്യേ തന്നെ വേഗം അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? ഭഗവതിയെ കാണാനാ? അതല്ലല്ല, ആഗോതിയെ കണ്ടില്ലെങ്കിലും നല്ല ജീവനുള്ള കൊള്ളാവുന്ന ഭഗവതിമാരൊക്കെ ഉണ്ടല്ലോ. നീയൊക്കെ സത്യബുക്ക. നേരെ ഇത്തിരി ഒന്ന് ഇരുട്ടട്ടെ. താലപ്പൊലി രാത്രിയില്ല, അപ്പോഴാ സൗകര്യം. ഈ പെമ്പിള്ളേരുടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അതിന്റെ ഒരു സ്റ്റൈൽ വരുന്നത്. താമസിച്ചറിയ ആളിനൊരു സ്ട്രിക്റ്റ് നോൺ വെജിറ്റേറിയൻ തന്നെയാണ്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി രാധാകൃഷ്ണ ഭാമ എന്റെ വാല് ആരംഭിക്കുകയാണ്. ഭാര്യമാരോട് പിണങ്ങി ഭഗവാൻ കൃഷ്ണൻ വീട് വിട്ടിറങ്ങി ഉദ്യാനത്തിൽ കോപിഷ്ഠനായി നിൽക്കുന്നു. കണ്ണനെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുവാൻ കളിത്തോഴിയായ രാധയും സത്യഭാമയും കണ്ണനെ അന്വേഷിച്ച് ഉദ്യാനത്തിൽ വരുന്നു. രംഗം 1 ആരംഭിക്കുന്നു. എവിടെ പോയി അന്വേഷിക്കും?
എവിടെയായിരുന്നു? ഞങ്ങളിനി അന്വേഷിക്കാനിരുന്നു. വിടൂ, കയ്യിൽ നിന്ന്. കയ്യിൽ പിടിക്കാതെ രാധേ, എന്റെ നെയ്യിൽ പിടിക്കാതെ ഭാമേ, കയ്യിൽ പിടിക്കാതെ രാധേ, എന്റെ നെയ്യിൽ തറവാതെ ഭാമേ, ഗതികേടു പറ്റിയതല്ലേ ഇന്നേലി പഠിച്ചില്ല, കയ്യിൽ പിടിക്കാതെ രാധേ, എന്റെ നെയ്യിൽ തറവാതെ ഭാമേ. വിട് 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 വിട്, കയ്യിൽ നിന്ന് വിടാൻ. നമുക്ക് കണ്ണനെ സന്തോഷിപ്പിക്കാം. കണ്ണൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അവന്റെയൊക്കെ ഒരു ബാലെ ഭഗവാനോടെ ക്യാമറ കളിക്കുന്നത്. എല്ലാവരും പെരുക്കിടാ. ഗോവിന്ദേട്ടാ, ഇതാ ഒരു ഗുണ്ട്. ഇവനെയാണ് ഞാൻ തേടുന്നത്. കൊണ്ടുപോടാ. ഗോവിന്ദേട്ടാ, അത് ഗുണ്ടാ. പൊട്ടിച്ചാൽ അപകടമാ. നമുക്ക് ഈ പടക്കം പൊട്ടിക്കാം. നീ പോടാ അവിടുന്ന്. നിന്റെ ഒരു പടക്കം. ഗോവിന്ദൻ ആരാണെന്ന് അറിയാമോ? തൃശൂർ പൂരം എന്ന് കേട്ടിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ടിന് തീ കൊളുത്താൻ ചൂട്ട് കത്തിച്ചു കൊടുത്തവനാണ് ഈ ഗോവിന്ദൻ. ഇതല്ല, ഇതിന് വലിയ ഗുണ്ടെന്ന് ഗോവിന്ദന് പ്രശ്നമല്ലടാ. ഇതുപോലെ എത്രയോ ഗുണ്ട് പൊട്ടിച്ചവനായി ഈ ഗോവിന്ദൻ. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഗോവിന്ദേട്ടൻ സാധാരണ കൊണ്ട് പൊട്ടിക്കാറുള്ളല്ലേ? തന്നെടാ, നോക്കിക്കോ. ഗോവിന്ദൻ ഇപ്പൊ പൊട്ടിച്ച് കാണിച്ചു തരാം. ഒന്നും ഞാൻ എല്ലാരും മാറിക്കണ്ട. എല്ലാരും മാറിക്കാൻ. എല്ലാരും നോക്കിക്കോ. ഗോവിന്ദൻ പടക്കം പൊട്ടിക്കാൻ പോകുന്ന നോക്കിക്കോ. 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 അയ്യോ അയ്യോ.
നല്ല ആളാ. ഞാൻ എത്ര നേരം കാത്തു നിന്നറിയാമോ? വരില്ലാന്ന് ഉറപ്പായപ്പോ ഞാനിങ്ങ് പോന്നു. ഒന്നുമില്ലെങ്കിലും നിർമ്മാല്യം തൊഴുതെന്ന് വെച്ച് കുഴപ്പമൊന്നും വരില്ലല്ലോ. ദേവി, എന്റെ ഒരു മൾട്ടീസ്റ്റാർ ഹൃദയമൊന്നുമല്ല ലോകത്തിലെ എല്ലാ ദേവിമാരെയും കൊണ്ടു നടക്കാൻ. ഒന്നുകിൽ ഭഗവതി, അല്ലെങ്കിൽ ദേവി. അത് വെറും ശിലയല്ലേ. അതുകൊണ്ട് പൂജയും ദേവാലയവും ഒക്കെ ഈ ദേവിയുടെ മുന്നിലാകാമെന്ന് കരുതി. ഓ, വലിയ തമാശ പറഞ്ഞ ഭാവം. ദേവേട്ടൻ വന്ന് ദേവദോഷം പറയാനും തുടങ്ങി. തമാശയും ദൈവദോഷമൊന്നും അല്ല ദേവി പറയുന്നത്. എനിക്ക് ഓർക്കാൻ നീ മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സ് നിറയുകയാണ്. ഏതെങ്കിലും ഒരു ദേവിയുടെ കരുത്തിൽ മാലയാർത്തണമെന്ന് തോന്നിയാൽ അത് ഈ ദേവിയുടെ കരുത്തിലായിരിക്കും. അയ്യോ, ആര് വരുന്നു? ഞാൻ പോട്ടെ. മോളെ, ബിന്ദു മോളെ, എന്താ? നോക്ക് നോക്ക്, അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. ഇനി മോൾ അച്ഛൻ എന്താ തരുന്നത്? ബിന്ദുമോള് ഒരു ചക്കരമ്മ തരുമല്ലോ. ഇത് ബിന്ദുമോക്ക് മാത്രമാണ്. കുറച്ച് ചേച്ചി കൂടി കൊടുക്കാം. മോള് ചെല്ലേ. ഇന്നും 4 കാലിലെ വരവ് അല്ലേ? ആനക്കാരനല്ലേടി, പിന്നെ 4 കാലല്ല 2 കാര്യം നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ മനുഷ്യ? അതെങ്ങനെയാണ് ഈ നിർത്തുന്നത്? കുടിപ്പാട് കൊടുത്ത് പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ ഏർപ്പാടല്ലേ ഈ കുടി. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള മോൾ അവിടെ പഠിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. 2 പെൺമക്കളാ ഉള്ളത്. നേരെ ചൊവ്വേ നിന്നാലേ മര്യാദയ്ക്ക് അതുങ്ങളെ വല്ലവന്റെയും കൂടെ പറഞ്ഞു വിടാൻ ഒക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എല്ലാത്തിനും എനിക്ക് ഭഗവതി ഉണ്ടടി. ഭഗവതി ഒരിക്കലും എന്നെ വഴിയാധാരമാക്കൂല. ഈ മനുഷ്യനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? തലയിലെഴുത്ത് മാറ്റാമായില്ലല്ലോ. ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ച് ഒറ്റ പെണ്ണ് പോലും എനിക്ക് വഴങ്ങാതിരുന്നിട്ടില്ല. പക്ഷേ ഈ ദേവി, അവൾ എന്റെ ഇത് തെന്നി മാറുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കീഴ്പ്പെടുത്തണം. എന്റെ പൊന്നളിയ, ആ കേസ് അങ്ങ് വിട്. എന്നിട്ട് നടക്കാനുള്ള എന്തെങ്കിലും ആലോചിക്കും. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ദേവൻ ഈ സാധാരണ അമ്പലവാസി നമ്പൂരിയൊന്നുമല്ല, നല്ല കൈക്കരുത്തുള്ള ഇനമാ. കാട് വിറപ്പിക്കുന്ന കാട്ടാനെ വരെ കുഴിയിൽ വീഴ്ത്തുന്നു. പിന്നെയാണ് ഈ ദേവൻ. എങ്കിൽ ഒരു ഉഗ്രൻ കുഴി വെക്കുന്നതിന് കൂലങ്കഷമായി ചിന്തിക്കുവാനും ചർച്ച ചെയ്യുന്നതിനുമായി നമുക്ക് ഓരോ സ്മോൾ കൂടി അടിക്കാവളിയ പിടിയളിയ. മണികണ്ഠ, നോക്ക് മണികണ്ഠ, മണികണ്ഠന് മോളെ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. മണികണ്ഠ, ഇനി ഇല്ല മോനെ. ബിന്ദുമോൾക്ക് മണികണ്ഠന് എന്താ തരിക? ആരോടും പറയരുത് കേട്ടോ. അച്ഛനും അമ്മയും ചേച്ചിയും ആരും അറിയാതാണ് മോള് വന്നത്.
അറിവില്ലാഞ്ഞിട്ടല്ല രാമൻ നായരെ. മണികണ്ഠനെ കാട്ടി തടിപിടിക്കാൻ അയക്കുന്നത് ഓർക്കുമ്പോ എന്റെ ചങ്ക് പൊട്ടുകയാ. ആ പറഞ്ഞിട്ട് എന്താ കാര്യം? ദേവസ്വം കാര്യസ്ഥരെന്ന നിലയ്ക്ക് ഇതിനെപ്പറ്റി പിള്ളയെങ്ങന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ആലോചിക്കാൻ ഒന്നുമില്ല. വല്ല നിവൃത്തിയും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കില്ലായിരുന്നു. കാര്യങ്ങൾ കുറെയൊക്കെ രാമൻ നായർക്കും അറിയില്ലേ. ഉത്സവം കഴിഞ്ഞതോടെ നടവരവ് കുറഞ്ഞു. പിന്നെ ദേവസ്വത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് കൊണ്ട് മാത്രം മണികണ്ഠനെ തീറ്റിപ്പോറ്റാൻ പറ്റുമോ? അപ്പോ മണികണ്ഠനെ തടിപിടിക്കാൻ പറഞ്ഞയക്കണമെന്ന് തന്നെയാണ് തീരുമാനം. മണികണ്ഠൻ നമ്മളെയൊക്കെ സ്നേഹിക്കുമ്പോ അവനെ നേരാൻ വണ്ണം തീറ്റിപ്പോറ്റേണ്ടത് നമ്മുടെ കടമയല്ലേ? പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മണികണ്ഠന് മനസ്സിലാവുമല്ലോ. അപ്പൊ പിന്നെ ജോലിയൊക്കെ തീർന്നു. ഇനി ഞങ്ങൾ പൊക്കോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. ആ രാമൻ നായർക്ക് വെച്ചോളൂ. ഈ രൂപ രാമൻ നായർക്കുള്ളതാ. ആനയുടെ വാടക ഞാൻ നാരായണപിള്ളയെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വളരെ കുറവാണ്. ആനയെ മാത്രമേ ഞാൻ വാടക എടുത്തിട്ടുള്ളൂ. ആനക്കാരനെ ഞാൻ വാടക എടുത്തിട്ടില്ല. മണിയണ്ട, എന്താ ഇത് രാമൻ നായർ? ആ കാര്യങ്ങളൊക്കെ മണികണ്ഠന് മനസ്സിലായി. എന്റെ കാശ് വിഹിതം പോലെ തന്നില്ലെങ്കിൽ ഇവൻ തടിയൊക്കെ തിരിച്ചു കൊണ്ടിടും. അയ്യോ ചതിക്കല്ലേ രാമൻ നായരെ. എന്താന്ന് വെച്ചാൽ ഉള്ള പോലെ വന്നേക്കാം. മണികണ്ഠ, മുതലാളി പറഞ്ഞത് കേട്ടല്ല? ഇതാ എടാ മോനെ, നീ എന്ത് വിചാരിച്ചു ഈ രാമൻ നായർ തന്തയില്ലാതെ കാണിക്കുമെന്നോ? നീയല്ലേ എനിക്ക് കാശ് വാങ്ങിച്ചു തരുന്നത്? കുടി. ഞാൻ മാത്രം സന്തോഷിച്ചിട്ട് എന്ത് കാര്യം? നീയും കൂടെ ഒന്ന് മിനിങ്ങ്. എന്നാ ആനയുടെ ഉപദ്രവിക്കാവോ? അയാളെ ഒന്ന് രക്ഷിക്കാൻ എന്താ വഴി? മണികണ്ഠൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. പോരെ പാപ്പാനും അല്ലേ? ഇങ്ങോട്ട് ഇനി ഒന്നും നോക്കാനില്ല. ശവം ഉടൻ മറവ് ചെയ്യണം. മണ്ടത്തരൊന്നും പറയാതോ. മഹാസർ തയ്യാറാക്കാനാണ് ശവം മറവ് ചെയ്യുന്നത്. ഈ പോലീസ് മാനുവൽ ഒന്നും വായിച്ചിട്ടില്ലേ? അത് ഞാനങ്ങ് വിട്ടുപോയി. അപ്പോ ഡെഡ് ബോഡി നമുക്ക് ഉടൻ വെളിയിലെടുക്കണം. പക്ഷെ അതെടുക്കും. താനെടുക്കണം. ആനയുടെ കാലിലിടന്നോ? അല്ല, മോളിന്ന് ഇടോ. അയാൾ ആന്റെ കാലിന്റെ ഇടയിലല്ലേ കിടക്കുന്നത്. തനിക്ക് കണ്ണുണ്ടൂടെ? ചേട്ടാ, അതൊരു ശരിയില്ലാത്ത ഇടപാടാ. അത് മാത്രമല്ല, പാപ്പാനെ കൊന്ന് കൊല വിളിച്ച് നിൽക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരാളെ വീട്ടിൽ വിട്ട് വിവരം അറിയിക്കാം. അവര് വന്ന് ശവം എടുത്തോളും. പിന്നെ നമുക്ക് നമ്മുടെ പോയി നോക്കാം. എന്നാ പിന്നെ വേണ്ട ചെയ്യ്. ഇരിക്കാനൊരു കസേരയില്ല, കുടിക്കാനൊരു ചായ ഇല്ല. ആരവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്? തന്നെയൊക്കെ വായ മൂടി കെട്ടിയിരിക്കണം. ഒരു കസേര എടുത്തോണ്ട് വാ. രാമൻ നായർ ചത്തില്ല. നമുക്ക് സ്ഥലം വിടാ. ചായ പിടിച്ചിട്ട് എന്താ രാമൻ നായർ റോഡിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കും? അതും ആനയുടെ കാൽച്ചുവട്ടിൽ. എടാ മണിയെന്താ, നീ എനിക്ക് കാവല് നിൽക്കുകയായിരുന്നു. നീയാണാ തന്തയ്ക്ക് പിറന്നവൻ.
എന്താ എന്താ വേണം ആശാന്മാർക്ക്? കാഴ്ച കാണാൻ നിൽക്കുകയാണോ? ഞാൻ ഇവിടെ സർക്കസ് കമ്പനി നടത്തുകയാണോ? പോയടാ എല്ലാവരും കാഴ്ച കാണാൻ വന്നി പോയടാ. അല്ലേ നല്ല കൂത്ത. സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുന്നത് വരെ തെണ്ടി നടന്നോളൂ. മറ്റുള്ളവൻ എവിടാ ഉറങ്ങുന്നത് ഉണ്ണുന്നതെന്നറിയാം. അധ്വാനിച്ചിരി കള്ളു കുടിച്ച് മയങ്ങിപ്പോയാൽ ഇവനൊക്കെ അസൂയ എമ്പോക്കിയാണ്. എന്താ ഇത് ദേവേട്ടാ? ഞാൻ പേടിച്ചു പോയി. എന്താണെന്ന് ദേവിക്ക് മനസ്സിലായത്? വേണ്ട ദേവേട്ടാ, പ്ലീസ്. ഇഷ്ടപ്പെട്ടൊരു പുരുഷന്റെ കൈകളിൽ ഒതുങ്ങി നിന്ന് ഒരു പെൺകുട്ടി വേണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം ദേവിക്കറിയോ? എന്താ? ഇനി ഒരിക്കലും വിടരുതെന്ന്. ആരെങ്കിലും കാണും ദേവേട്ടാ? ഏയ്, നിങ്ങൾ ഇങ്ങനെ നാണമില്ലാതായി പോയല്ലോ മനുഷ്യ. കള്ളു കുടിച്ച് വെളിവില്ലാതെ റോഡിൽ കിടക്കുന്നു. ആളുകൾ പറയുന്നത് കേട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. വിവരക്കേട് പറയാതെ എന്റെ മീനാക്ഷി. കള്ളു കുടിച്ച് വെളിവില്ലാതായാൽ പിന്നെ റോഡ് ഏത് വീടേതെന്ന് പറയാൻ പറ്റുമോ? വീടിടം വിഷ്ണുലോകം അപ്പൊ തന്നെ. ഓ, എന്ത് പറഞ്ഞാലും ഒരു പുരാണം പറഞ്ഞു. വന്നിപ്പോ മണികണ്ഠനെ കള്ളുടിപ്പിച്ചു തുടങ്ങിയല്ലേ? എടീ, നീ എന്നെ കുടുംബിക്കുക. ഞാൻ കുളിക്കും, എന്റെ പൊന്നുമോൻ മണികണ്ഠനെയും കുടിപ്പിക്കും. നീ ആരാടി ചോദിക്കാം? അയ്യോ വെളുവെഴുതാണത് മറോട്. മണിയന്റെ കള്ളു കുടിച്ചു അല്ലേ? അറിയോ മണിയന്റെ കള്ളു കുടിച്ചില്ലേ? മണിയന്റെ കള്ളു കുടിക്കുന്നത് ബിന്ദുമോൾക്ക് ഇഷ്ടമല്ല. ഇനി കുടിച്ചാ ബിന്ദുമോൾ ഇവിടെ വരികയില്ല, മിണ്ടിയയില്ല. അറിയോ മണിയണ്ട, ഇനി മണിയന്റെ കള്ളു കുടിക്കോ? സത്യം സത്യം. ആ, നല്ല മണിയണ്ടൻ, നല്ല മണിയണ്ടനാ. ദേവി, എനിക്ക് ദേവിയോട് അല്പം സംസാരിക്കാനുണ്ട്. കേൾക്കാൻ എനിക്ക് മനസ്സിലെങ്കിലോ? എന്ന് പറഞ്ഞങ്ങ് പോയാലെങ്ങനാ? പറയുന്നൊന്ന് കേട്ടിട്ട് പോ, അതല്ലേ എന്റെ ഒരു മര്യാദ. മിസ്റ്റർ വിക്രമൻ, ശല്യം ചെയ്യാതെ വഴിയിൽ നിന്ന് മാറുന്നുണ്ടോ? ദേവി എന്തിനാ എന്നോട് ഇങ്ങനെ കയറി ഉടക്കുന്നത്? വളച്ചു കിട്ടില്ല, ഞാൻ കാര്യം പറയാം. എനിക്ക് ദേവിയെ ഇഷ്ടമാണ്. അയ്യോ കഷ്ടം. എന്ത് ചെയ്യാനാ? എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ലെങ്കിലോ? സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതിന് ഞാൻ നിന്നേറണ്ടേ? മര്യാദയ്ക്ക് എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നതാണ് നിനക്ക് നല്ലത്. യു ബ്ലഡി ബാസ്റ്റർഡ്. പയറ്റി ആശാന്റെ നെഞ്ചത്താണല്ലോ പയറ്റി. ഇതെങ്ങനെ വിട്ടാ പറ്റത്തില്ല. വിടാൻ ഏതായാലും ഞാൻ നിശ്ചയിച്ചിട്ടില്ല. അടുത്തില്ലെങ്കിൽ വലിച്ചടുപ്പിക്കണം, അല്ലാണ്ട്. അല്ലയോ, പരുവം കണ്ടിട്ട് വലിച്ചാലും അടുക്കാത്ത ഇനത്തിൽപ്പെട്ടതാണെന്നാ തോന്നുന്നത്. എടാ, ചൂണ്ടയിട്ടാൽ കൊത്തിക്കണമെന്ന് നിർബന്ധമുള്ളവനാണ് ഈ വിക്രമൻ. ആണോ? ആ, പിന്നെ മോള് കൊത്തിയില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് കൊത്തിപ്പിക്കും. മോള് അടുപ്പിക്കുകയും ചെയ്യും. സമ്മതിച്ചളിയ അളിയ കാഞ്ഞ വിത്ത് തന്നെ. തോട്ടക്കാരൻ മാങ്ങ പറിക്കാൻ സമ്മതിച്ചാൽ പിന്നെ മാവിന്റെ സമ്മതം ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അളിയന്റെ ഒരു നിങ്ങൾ അറിഞ്ഞോ? അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോ മണികണ്ഠന്റെ അടുത്ത് തൊണ്ടും ചകരിയും കണ്ടപ്പോഴേ തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാ സംഗതി മനസ്സിലായത്. 2 കൈയെ കുറവുണ്ടെന്ന്. അതെങ്ങനെ തേങ്ങ മണികണ്ഠന്റെ അടുത്തെത്തി? ദേവേന്ദ്രൻ കൊണ്ടിട്ടു. എനിക്ക് ഇത് കേൾക്കുമ്പോഴാ ചൊറിഞ്ഞു കയറുന്നത്. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ അവരെ തളച്ചിടാൻ? അതെങ്ങനെ മീനാക്ഷി? തളച്ചിടാൻ അവൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ ഉപദ്രവം. കട്ട് തന്നെയാ. അവൻ കട്ടുകയാനും തുടങ്ങി.
ഈ കട്ടി എന്നാലും തുടങ്ങിയല്ലേ സ്വന്തം മോനെ പോലാണല്ലോ ഞാൻ നിന്നെ വളർത്തിയത്. കട്ട് മണിയണ്ടന് നാളെ ഞാൻ കൊണ്ടുതരാം. മണിയണ്ട അച്ഛൻ അറിയത്തു കേട്ടോ. ഒരു കഷ്ണം കുടിക്കാ മണിയണ്ട. അയ്യോ എന്ത് കഷ്ടായി പോയി. കുറച്ച് ശർക്കരയോടെ ഉണ്ടായിരുന്നെങ്കിൽ ഹായ്. എന്നാ തിന്നോ. ഒന്നു മോനെ, നീ എന്നോട് ക്ഷമിക്കടാ. ചെയ്യാത്ത തെറ്റിന് ഞാൻ നിന്നെ തല്ലി വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കടാ. മോളെ എഴുത്തച്ഛന്റെ മലയാളം ക്ലാസ് പരമ ബോറെന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ബോറില്ല. വെൺമണിയായിരുന്ന കലക്കിയൻ. എടാ അളിയാ, ഒരു രസം തന്നെയാണല്ലേ വെൺമണിയുടെ ക്ലാസ്. എന്തൊക്കെ പറഞ്ഞാലും ആ ശൃംഗാരത്തിന് ഒരു രസം തന്നെയാണ്. അത് വെൺമണി തന്നെ പറയണം. അയ്യോ ആരാ ഇത്? വിക്രമ, ഇതാ നോക്ക്, നിന്റെ മാനസറാണിയോട് ഒരു ശൃംഗാരം. വെൺമണി മാഷ് പറഞ്ഞു എത്ര നിസ്സാരം. ഇതാണടാ ശൃംഗാരം. അപ്പോഴേ ഒരു കാര്യം, ഈ നാട്ടിൽ ആണായിട്ട് ദേവൻ മാത്രമല്ല ഉള്ളത്, ഞങ്ങളുമൊക്കെ ഇനത്തിൽപ്പെടുന്നവരാ. അല്ല, ദേവിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ആദ്യം അവിടെ ആവട്ടെ പരീക്ഷണം. എന്തു പറഞ്ഞേ വിക്രമ? ദൈവം ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെയാ വിധിച്ചത്. കോച്ച് തന്നെയാണ് വിധിച്ചത് എന്ന് ഞാൻ തെളിയിച്ചു കാണിക്കണം. എന്നെ വിടന്ന്. കൊച്ചു കള്ള, നിനക്കും വേണമെന്നല്ലേ? ഞാൻ പോയി ഇച്ചിരി അടച്ചിട്ട് വരാം. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? മണിയണ്ടൻ കള്ളുടിക്കുന്നത് ബിന്ദുമോൾക്ക് ഇഷ്ടമല്ല. ഇനി കുടിച്ചാ മോള് മണിയന്റെ അടുത്ത് വരികയില്ല, മിണ്ടുകയില്ല. സത്യം. മോനെ മണിയണ്ട, ഞാൻ ഇച്ചിരി മിനുങ്ങട്ടടാ. എന്നെ ഒന്ന് വിട്, എന്റെ കൈ ഒന്ന് വിട്. റോക്കറ്റ് കാണാത്തവരൊക്കെ റോക്കറ്റ് കണ്ടോ? റോക്കറ്റ് ഗോവിന്ദൻ ധൈര്യം
അല്ലെങ്കിൽ മണികണ്ഠന്റെ അടുത്ത് നിന്ന് അവിടെ രോമം പറിക്കോ? നീ എന്തോന്നാണ് ചോദിച്ചത്? മണികണ്ഠന്റെ രോമം പറിക്കാൻ ഗോവിന്ദന് ധൈര്യമുണ്ടോന്ന്? എടാ, ഈ ഗോവിന്ദനെ കുറിച്ച് നിനക്കൊക്കെ എന്തോന്നറിയാമടാ? തെക്കേ മനക്കലെ കൊമ്പനാനയുടെ രോമം പറിച്ചവനായി ഗോവിന്ദൻ. പിന്നെയാണ് ഈ ഡൂക്കിലി മണികണ്ഠൻ. ഗോവിന്ദേട്ടാ, എന്നാ എനിക്ക് രോമം പറിച്ചു തരോ? ഒരു മോതിരം ഉണ്ടാക്കാനാ. അതിപ്പം മോനെ ഇങ്ങ് വാ. ഈ ആനയുടെ രോമം പറിക്കാനേ ചില സമയം കാര്യമൊക്കെ ഉണ്ട്. ഗോവിന്ദേട്ടാ, ഈ വേലൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട കേട്ടോ. ഗോവിന്ദേട്ടന് ധൈര്യം ഇല്ലെങ്കിൽ അക്കാര്യം അങ്ങ് പറഞ്ഞാ മതി. എടാ മോനെ, ചില മുഹൂർത്തം കാര്യമൊക്കെ ഉണ്ടിട്ടാ. നാളെ ആവട്ടെ, നിനക്ക് ഞാൻ 50 രോമം പറിച്ചു തരാം. ആ രാഹുകാലം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് വേണ്ട, ഞങ്ങളെ പറ്റിക്കാനല്ലേ. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണം. മോനെ, നീ ആ മണികണ്ഠ മുഖത്ത് നോക്കി. അവൻ തീരെ ഉറങ്ങിയിട്ടില്ല, പാവം. നാളെ ആവട്ടെ ഏട്ടാ. ഗോവിന്ദേട്ടന് പറിക്കാൻ പറ്റുമല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ രാമനാരെ കൊണ്ട് പറിപ്പിക്കും. നീ എന്നെ കൊടക്കോട് കൂടെ. എന്താ ഗോവിന്ദേട്ടാ പറഞ്ഞത്? ഒന്നുമില്ല. രാമൻ നായരോ? രാമനും വേണ്ട, സീതയും വേണ്ട. നിങ്ങൾ വാവിട്ടുള്ള, ഞാൻ പറിച്ചു തരാം. ഞാൻ പോണോ? മണികണ്ഠ, എന്താ ഗോവിന്ദേട്ടാ? മണികണ്ഠ, ഞാനാ ഗോവിന്ദൻ. എനിക്ക് കുറച്ച് ദിവസമായി രാപ്പനെ തുടങ്ങിയിട്ട്. നിന്റെ ഒരു രോമം വേണം. ആനവാലുകൊണ്ട് മോതിരം കെട്ടി വെല്ലിട്ടാൽ പിന്നെ പനി വരില്ലെന്ന വൈദ്യുതി പറഞ്ഞ് ആ വാലൊന്ന് നീട്ടിച്ച്. ആ വാലൊന്ന് നീട്ടുന്നേ. എന്തോട്ടാ? നിന്റെ വാല് ആർക്കാ പറ്റി? എന്റെ മോക്കൊന്നും വരുത്തല്ലേ എന്റെ ഭഗവതി. മീനാക്ഷി, നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഇതൊരു ചെറിയ പനിയാ, അത്രയ്ക്കൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യാ, ചുക്ക് കാപ്പി ഞാനെടുത്ത്. നല്ല ഇല ഓലയാ മണിയണ്ട, ഇഷ്ടം പോലെ തിന്നോ. ആ, എന്ത് പറ്റി? ഇല ഓല എന്ന് പറഞ്ഞാൽ നീ കൊതി പിടിക്കുമായിരുന്നല്ലോടാ. ഓ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. ബിന്ദുമോക്കൊന്നുമില്ലടാ, ഒരു ചെറിയ പനി, അതങ്ങ് മാറുകയും ചെയ്തു. അതിന് നീ ഇത്ര കണ്ട് വിഷമിച്ചാലോടാ? നല്ല പഴുത്ത പഴമാ, തിന്ന തിന്ന. മണീന്റെ ഒന്നും തിന്നില്ലല്ലേ? മോൾക്ക് പനിയായിരുന്നു, അതുകൊണ്ടാ വരാഞ്ഞത്. മണിയന്റെ കഴിച്ചില്ലെങ്കിൽ മോളും കഴിക്കില്ല. തിന്ന് തിന്ന്, വേഗം തിന്ന്.
ഇതൊക്കെ തിന്നേൽക്കണം. എനിക്ക് മോളെ ഒന്ന് പോവും. ദേവി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് മിണ്ടാനാ? ഒന്നുമില്ല. ദേവിയുടെ നല്ല ആളാ. എത്ര ദിവസമായി കണ്ടിട്ട്. കാണുമ്പോ മാത്രമേ ഈ സ്നേഹവും ചിരിയൊക്കെ ഉള്ളൂ. ആഹാ, അപ്പൊ നിനക്ക് വിവരമുണ്ട്. ഞാൻ കരുതി ഇവർ മണ്ടൂസാണ്. ദേവി, ഞാനൊരു ജോലിക്ക് ശ്രമിക്കാം. ജോലി കിട്ടിയിട്ട് വേണം നിന്നെയും കൂട്ടി മനക്കിലേക്ക് പോവാൻ. അയ്യോ, ദേവിയുടെ നേരെ ഒരുപാടായി. ഞാൻ പോട്ടെ. ബിന്ദു, വാ. അവിടെ എന്താ കണ്ടെന്ന് പറഞ്ഞത്? അവിടെ കറുത്തിട്ട് രാത്രിയും പകലുമില്ലാതെ ദേവിയെ മനസ്സിൽ വെച്ച് പൂജിക്കുന്നവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ട കടമ ദേവിക്കില്ലേ? മാറി നിൽക്കൂ, ഞാൻ പോട്ടെ. ഒരു വിരോധമില്ല, പക്ഷേ പെട്ടെന്ന് പോണമെന്ന് പറയരുത്. എന്നെ ഉപദ്രവിക്കരുത്. അങ്ങനെ യാതൊരു ദുർദ്ദേശവും എനിക്കില്ല. കഴിയുന്നത്ര ദേവിയെ സന്തോഷിപ്പിക്കുകയാണ് എന്റെ ലക്ഷ്യം, അല്ലേ മോളെ? വഴിയിൽ മാറൂ, എനിക്ക് പോണം. ആദ്യം എന്റെ വഴിക്ക് വന്നതിന് ശേഷം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. മര്യാദയ്ക്ക് മാറുന്നുണ്ടോ? ഇല്ലെങ്കിലോ? ലോകത്ത് നടക്കാത്തതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ദേവിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ നിന്ന് പോവാം. കുട്ടിയുടെ സൽപ്പേരിന് ഒരു കളങ്കവും വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ വിളിച്ച നിലയ്ക്ക് തെളിയിക്കാൻ യാതൊരു നിർത്തിയില്ല. നിന്നെ ഇന്ന് ഞാൻ അയ്യോ, ആരുമില്ല. ഇതിനെ കൊല്ലാൻ ആരുമില്ല. എനിക്ക് വയ്യ, ഒന്ന് ചോദിച്ചാൽ ആരുമില്ലേ? വയ്യ, അവനെ കൊണ്ടേ, അവൻ കാരണം അവൻ വല്ല പെണ്ണുങ്ങളെ പിടിച്ചാൽ പോയി. അയ്യോ കൊച്ചെ, അവൻ മാറ്റി കൊണ്ടേ, എന്റെ പൊന്നു കൊണ്ടേ. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് സാധാരണ ചൊറിയില്ലേ? അവനെ കൊണ്ടേ, അവനെ കൊണ്ടേ. അയ്യോ ഇതൊന്നും അഴിച്ചാൽ ആരുമില്ലേ? അതിന് ചൊറിയോ? അയ്യോ വയ്യ, വയ്യ. അയ്യോ ചൊറിയോ, ചൊറി പോകട്ടെ. അയ്യോ അയ്യോ, എങ്ങാണ്ടൊക്കെ ചൊറിയില്ലേ? അയ്യോ അയ്യോ അയ്യോ, മഴയാണോ? എന്റെ കൈയൊന്ന് ചോദിച്ചു കൊടുത്തോ. അറിയാൻ പറ്റില്ല എവിടെയൊക്കെ ചൊറിയോ.
എങ്ങനെ അയ്യോ അയ്യേ അയ്യോ അയ്യോ ഉറക്കാൻ സ്ഥലമില്ല അയ്യോ 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 മരവെടുത്തന്റെ കാലം ചോറി വേണ്ട എന്റെ കാലോട് ചോദിക്കാം അയ്യോ ആരുമില്ല എന്റെ അയ്യോ ആ ചോറി ചോറി അയ്യോ ചോറി അയ്യോ മതി 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 അയ്യോ ചോറിനെ അയ്യോ മതിയേ അയ്യോ അയ്യോ മതിയേ അല്ല നീ ഒഴിക്ക് എവിടെ പോയായിരുന്നു? എന്റെ കെമിസ്ട്രിയുടെ നോട്ട്ബുക്ക് ശാരദയുടെ കയ്യിലായിരുന്നു. അത് വാങ്ങിക്കാൻ പോവായിരുന്നു. നാളെ ടെസ്റ്റ് പേപ്പറാ. ശരി, നീ വെക്കൂ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേക്കാം. ഞാനില്ല, ഞാൻ കളിക്കാനില്ല. ചോര വരുന്നുണ്ടല്ലോ. നിനക്ക് എന്ത് പറ്റിയടാ ഗോവിന്ദ? കരയാതെ കാര്യം പറ. മണികണ്ഠൻ കല്ലുകൊണ്ട് തലക്കൊരേറ്, അത് തന്നെ കാര്യം. ഏറുകൊണ്ട കരയാതെ പിന്നെ ചിരിക്കണോ? മണികണ്ഠൻ എറിഞ്ഞെന്നോ? ആരെയും അവന് ഉപദ്രവിക്കുന്നുണ്ടല്ലോ മണികണ്ഠൻ. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു തുടങ്ങണം, മതം പൊട്ടിക്കാണും. ഗോവിന്ദ ഒരു ദിവസം മണികണ്ഠനെ കല്ലെടുത്തറിഞ്ഞില്ലേ? അതിന്റെ പകരം വീട്ടതായിരിക്കും. ആ അങ്ങനെ വരട്ടെ. ഉരുളയ്ക്ക് ഉപ്പേര് തന്നെ അനുഭവിച്ചോ. മണികണ്ഠനോടാ കളിക്കുന്ന ഓർമ്മ വേണം. എല്ലാരും പോകുന്നു. എന്താ അത്ര വൈകി? ബസ് കിട്ടി എത്തണ്ടേ മീനാക്ഷി? പോയ കാര്യം എന്തായി? ദേവി ഇവര് കണ്ടിട്ടുണ്ട്. ചെറുക്കിന് പെണ്ണിനെ ഇഷ്ടമാ. ഒത്തു കിട്ടിയാലൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ നിലക്കനുസരിച്ച് ഈ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുമോന്ന് എനിക്ക് പേടിയുള്ളൂ. എങ്ങനെയെങ്കിലും ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ഭഗവതി, എല്ലാത്തിനൊരു വഴി കാണിക്കണേ. ചേച്ചി എന്തിനാ കരയുന്നേ? ചേച്ചിക്കൊന്നുമില്ല, മോനോടൊന്ന് ഉറങ്ങിക്കോ. വെറുതെ ആരെങ്കിലും കരയോ ചേച്ചി? എന്തോ ഉണ്ട്, എന്നോട് പറയൂ ചേച്ചി. മോള് ചേച്ചിക്കൊരു ഉപകാരം ചെയ്യോ? മണികണ്ഠൻ ബിന്ദുമോൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ? ദേവേട്ടൻ വരുമ്പോ ഈ എഴുത്ത് കൊടുക്കണം. ആരും കാണരുത് കേട്ടോ.
കിട്ടി. എന്ത്? ജോക്കർ. ആ ദേവന്റെ ഒരു ഭാഗ്യം. വല്ല അമ്പലത്തിന് ശാന്തിക്കാരൻ നമ്പൂരി ആകേണ്ടവൻ. അതിപ്പോ SI സെലക്ഷൻ കിട്ടി, ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നു. നിനക്ക് വട്ടുണ്ടോടാ? അവൻ എവിടെ നിന്ന് സെലക്ഷൻ കിട്ടാൻ? ഈ പൊങ്ങൻ നമ്പൂതിരി അല്ലാതെ ആണുങ്ങൾ എത്രയോ പേരുണ്ട് ഇവിടെ SI സെലക്ഷൻ കിട്ടാൻ. ഇനി ഇപ്പൊ SI സെലക്ഷൻ കിട്ടി ഇവിടെ അങ്ങനെ SI ആയിട്ട് വന്നാളത്തെ സ്ഥിതി ഓർക്കുമ്പോഴാ എന്റെ ഉള്ളു വിടയുന്നത്. പഴയ പക എങ്ങനെ മനസ്സിലുണ്ടായിരിക്കുമോ? എനിക്ക് പേടിയാകുന്നു. അവൻ എന്ത് മാങ്ങാ തൊലിയെങ്കിലും ആയിക്കോട്ടെ, കുറച്ചു കാലമെങ്കിലും അവന്റെ ശല്യം ഒഴിഞ്ഞിട്ടുമല്ലോ. അതെ അതെ. അപ്പോഴെളിയ ഇന്നത്തെ ആഘോഷം നമുക്ക് ആ വഴിയിലാക്കി കളയാം. ഞാൻ ദേവിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ദേവേട്ടിന് വേണ്ടി. ഇതാ പ്രസാദം. ഇന്നെന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? ഇന്ന് മാത്രമല്ല, എന്നും ദേവേട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ദേവേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു, അച്ഛൻ പറഞ്ഞു. ഈ നാൾ കൊണ്ടത് കേൾക്കാൻ കൊതിയുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. മറ്റാരേക്കാളും അധികം നിന്നോട് പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. കാരണം നിന്റെ പ്രാർത്ഥന കൊണ്ടല്ലേ എനിക്ക് SI ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയത്. എന്താ നിനക്കൊരു വല്ലായ്മ? എനിക്ക് ജോലി കിട്ടിയതിൽ നിനക്ക് സന്തോഷമില്ലേ? ഉണ്ട് ദേവേട്ട. ദേവേട്ടന്റെ ഓരോ ഉയർച്ചയും എന്റെ ഉയർച്ചയെ കാണുന്നവളാണ് ഞാൻ. പക്ഷെ ഇനിയും ഞാൻ എത്ര നാൾ കാത്തിരിക്കണം? എന്റെ ഭാഗ്യം കൊണ്ടാ അന്ന് ആ വിവാഹാലോചന തെറ്റിപ്പോയത്. ഇനിയൊരു ആലോചന വരുന്നതിന് മുൻപ് എന്നെ രക്ഷിക്കാൻ ദേവേട്ടൻ എത്തില്ലേ? ഇനി ഏറെ നാൾ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. കുറച്ചാൾ കൂടി. ഞാൻ നാളെ പോവുകയാണ് ട്രെയിനിങ്ങിന്. അത് കഴിഞ്ഞാലുടനെ നിന്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങാൻ ഞാൻ തിരിച്ചു വരും ദേവി.
വാങ്ങിച്ചിട്ടുണ്ട് താലി വാങ്ങിച്ച് മാല വാങ്ങിച്ച് ഒറ്റയ്ക്കെല്ലാം കൂട്ടൊരുമായി ഓടിയെത്തേ നമ്പാരണ്ടുമായി പണവാളനായി അറസ്റ്റ് ചെയ്തങ്ങ് പ്രതിയെ വേഗം മാറ്റേണം മണികണ്ഠ മണികണ്ഠ മണിമണികണ്ഠ മണികണ്ഠ മണികണ്ഠ മണിമണികണ്ഠ ഞങ്ങളുടെ ചേച്ചിക്ക് ഇന്നലെ തൊട്ടൊരു സന്താപം ആ സന്താപത്തിന്റെ കാര്യം ചോദിച്ചാൽ സങ്കോചം ആ സങ്കോചത്തിന്റെ കാര്യം പറഞ്ഞാൽ സന്തോഷം ആ ചുടുത്ത മീനത്തെ കവിളിലിത്തി സിന്ദൂരം സിംഗാരം മണികണ്ഠ മണികണ്ഠ മണിമണികണ്ഠ മണികണ്ഠ മണികണ്ഠ മണിമണികണ്ഠ. ഹലോ, വിക്രമൻ ഹിയർ. ആരനതയോ? എപ്പോ വന്നു? ശരി, ഞാൻ ഉടനെ എത്താം. റൂം നമ്പർ? ഓക്കെ. ഹലോ. ഹായ്. ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? സത്യമായിട്ടും ഇല്ല. ഇരിക്കൂ. ഐശ്വര്യമായിട്ട് പോയിട്ട് വരൂ. നല്ലത് വരട്ടെ കുട്ടി. ഇതേ പ്രസാദം. ദേവദത്തനും പോരിപ്പാടി നാടിന് തന്നെ ഒരു അഭിമാനമാണ്. ഇത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. പോയി എന്നാൽ ഞാൻ പോകട്ടെ. ഈ ഏർപ്പാട് എന്ന് തുടങ്ങി? ചുമ്മാ വർത്താനം പറയട്ടെ സാറേ. ചുമടെ എടുത്താ എനിക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാ മതി. കുഞ്ഞിതാ, ഞാൻ എടുത്തു തരാം. അയ്യോ. പോട്ടെ. ടാറ്റാ. ടാറ്റാ. അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ. എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. വരട്ടെ. അല്ല, തന്തയെ കൊണ്ട് എന്തോന്നാ ഇത്ര വലിയ ആവശ്യം? ആവശ്യമൊന്നുമില്ല, ഒന്ന് തൊഴാൻ വന്നതാ. തന്തേ ഭഗവതിയെ, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഇങ്ങനത്തെ യാതൊരു ദുശീലങ്ങളും ഉള്ളതല്ലെന്ന്. അപ്പൊ പിന്നെ കാരണവർക്ക് എന്റെ തന്തപ്പടിക്ക് വേണ്ടാത്ത സംശയങ്ങളൊന്നും മനസ്സിൽ കയറി കൂടണ്ടാന്ന് കരുതി അച്ഛനുണ്ടെങ്കിൽ തിരിച്ചു പോയി. അല്ലേലും ഈ തന്തമാരിങ്ങനെയാ. മക്കള് വലുതാകുമ്പം ഒന്ന് പോകാതിരിക്കണം എന്നൊരു ചിന്താഗതി വേണ്ട. വേണം. വല്ല ഫോറിൻ കൺട്രീസിൽ പോയി ജനിച്ചാ മതിയായിരുന്നു. നമ്മുടെ കഷ്ടകാലം എന്റെ അല്ല തന്റെ. എപ്പ തമ്മി കണ്ടാലും ഒരു കീരിയും പാമ്പ്. വരുന്നില്ലേ? ഞങ്ങൾ അകത്തോട്ടില്ല. ഓട്ടുവാ. അമ്മേ രക്ഷിക്കണേ. നാരായണ നാരായണ നാരായണേശ്വരി. പ്രസാദ്, ഈയിടെയായി ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. ഭഗവതിയെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ വന്നാൽ മതിയല്ലോ പറ്റി.
ഭഗവതി, ശ്രീകാര്യം ശ്രീനാരായണ പിള്ളയുടെ ശ്രീമന്ത പുത്രനാണോ ഇത്ര ഭക്തിയില്ലാതെ സംസാരിക്കുന്നത്? കലികാലം തന്നെ. ഈ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം വർത്താനങ്ങൾ കേൾക്കുമ്പോഴുണ്ടല്ലോ. മണിയണ്ടാ, മണിയന്റെന്ന് ഉറങ്ങാ. കണ്ടെന്നാ തോന്നുന്നത്. അവളെ പിടിക്കുക. കമാൺ. എന്റെ ഭഗവതി, എന്നോടിത് വേണമായിരുന്നു. വിഗ്രഹമില്ലാത്ത ശ്രീകോവിൽ തുറക്കാൻ വേണ്ടും എന്ത് മഹാപാപം ഞാൻ ചെയ്തു. ഇന്ന് വൈകുന്നേരം തന്നെ ഈ അനീതിക്കെതിരായി ശബ്ദമുയർത്താനായി വമ്പിച്ച റാലിയും പൊതുയോഗവും നടത്താൻ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നു. ശരിയാ, ഒച്ചപ്പാടുണ്ടാക്കിയാലേ കാര്യങ്ങൾ വേണ്ടവണ്ണം നടക്കും. പ്രതിപക്ഷ കക്ഷികളുടെ ഉന്നതതല സമ്മേളനം ഈ പ്രശ്നത്തെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുന്നതായിരിക്കും. വിഗ്രഹം എങ്ങനെയെങ്കിലും കണ്ടെത്തുകയല്ലേ വേണ്ടത്? ഈ പൊതുയോഗവും സമ്മേളനവും ഒക്കെ നടത്തിയിട്ട് എന്താണ് കാര്യം? നിങ്ങളെന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? പ്രതിപക്ഷങ്ങളെ കരിവാരിത്തേക്കാൻ ഭരണകക്ഷിയെടുത്ത ഒരു അടവല്ലേ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ. കുറെ ദിവസമായല്ലോ നേതാവിനൊന്ന് ഉശിരോടെ കണ്ടിട്ട്. ഇന്ന് മൂപ്പർക്ക് ആകെ സന്തോഷമാണ്. 6 മാസത്തേക്കുള്ള വക തിന്നാൻ കിട്ടുമല്ലോ. വിഗ്രഹം കണ്ടു കിട്ടിയാൽ പിന്നെ ഇയാൾ എന്ത് ചെയ്യൂടെ? കിട്ടിയത് തന്നെ. ഭരണകക്ഷിയും പ്രതിപക്ഷവും മത്സരിച്ച് പ്രസ്താവനകൾ ഇറക്കും. നേതാക്കന്മാര് സമ്പാദിക്കും. പൊതുജനം കഴുതയെ പോലെ നോക്കി നിൽക്കും, തന്നെ പോലെ. വിഗ്രഹം എത്തേണ്ട സ്ഥലത്തെത്തും. വിട്, നമുക്കതോട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പോകാം, വാ. മന്ത്രി വന്നു. നമസ്കാരം. നമസ്തേ. സുഖം തന്നെയോ? അതെ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഈ നാടിന്റെ ചൈതന്യമായിരുന്നു ഈ ദേവീക്ഷേത്രം. ഈ നാട്ടുകാരുടെ വികാരങ്ങളും വേദനകളും ഞാൻ മനസ്സിലാക്കുന്നു. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും വിഗ്രഹം പുനഃപ്രതിഷ്ഠ ചെയ്യുവാനും വേണ്ട ഏർപ്പാടുകൾ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഗ്രഹം മോഷ്ടിച്ചാൽ തകർന്നിടിഞ്ഞു വീഴുന്നതല്ല ഹൈന്ദവ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ സന്തതികളായ നിങ്ങൾ ഈ ഘട്ടത്തിൽ ആത്മസംയമനം പരിപാലിക്കണമെന്ന് അതിവിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. എന്താ മോളെ, എന്തിനാ കരയുന്നത്? പറയൂ മോളെ, എന്ത് പറ്റി? വിഗ്രഹം ആ വിഗ്രഹം എടുത്തവരെ ഞാൻ കണ്ടു ചേച്ചി. എന്നിട്ടെന്താ മോൾ ആരോടും പറയാഞ്ഞത്? അയ്യോ ചേച്ചി, ഞാൻ കണ്ടെന്ന് ആരോടും പറയല്ലേ.
ഞാൻ കണ്ടെന്നറിഞ്ഞപ്പോ തന്നെ അവരെന്നെ കൊല്ലാൻ വന്നതാ. മണിയണ്ടനാ എന്നെ രക്ഷിച്ചത്. എനിക്ക് പേടിയാവുന്ന ചേച്ചി. അവരെന്നെ കൊല്ലോ? ഇല്ല മോളെ, മോളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോള് പേടിക്കണ്ട. ഞാൻ കണ്ടെന്ന് ആരോടും പറയല്ലേ? ഇല്ല. സത്യം? സത്യം. മോള് ഇതിനു മുൻപ് കണ്ടിട്ടുള്ളവരാണോ? അവരാരാന്ന് എനിക്കറിയില്ല. ഇനി കണ്ടാ മനസ്സിലാവും. മോൾ ഇനി അതൊന്നും ആലോചിക്കണ്ട. ചേച്ചിയുടെ കൂടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. ചേച്ചി ഇത് ആരോടും പറയില്ല. മോളും പറയണ്ട. എന്താ പോയിന്നതാ ഇത്ര ആലോചന? ഒരു ഉഗ്രം കേസിന്റെ തുമ്പ് ഇപ്പൊ ഈ ഗോവിന്ദന്റെ നാവിന്റെ തുമ്പില. കേസോ? അതേടാ, കേസ് തന്നെ. ഇതവന്റെ കാലടിപ്പാടിന്റെ അളവാണ്. ഇതവന്മാർ വലിച്ച സിഗരറ്റ് കുറ്റികളാണ്. ഈ ബ്രാൻഡ് കണ്ടു? ഇതവന്മാരുടെ സ്ഥിരം സാധനമാണ്. ഇപ്പോ മനസ്സിലായ ഗോവിന്ദൻ ആരാണെന്ന്? സമയം രാത്രി 2 മണി. സർവനിശ്ചലം. രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പലപ്പോഴും ദൃക്സാക്ഷിയാകുന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതാ അമ്പലമുകളിലപ്പുറത്തേക്ക് 5 പേർ കയറുന്നു. ഞാനൊരു മരത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നു. ശ്രീകോവിലിന്റെ ഓട് പൊളിച്ച് അകത്തേക്ക് കിടക്കുന്നവർ അല്പനേരം കഴിഞ്ഞ് മുഖത്തൊരു മിന്നൽ. നോക്കുമ്പോൾ ശ്രീകോവിലിന്റെ മുകളിൽ വിഗ്രഹവുമായി നിൽക്കുന്നവർ. വിഗ്രഹത്തിന്റെ തിളക്കമാണ് മുഖത്തടിച്ചത്. മനസ്സിലായോ? എന്നിട്ട് തോക്കൽക്കാരെ വെടിവെക്കാത്ര. എല്ലാവരും ചാടി കിടന്നു. ആളുകളെ വ്യക്തമായി ഞാൻ കാണുന്നു. നേതാവിനെ പ്രത്യേകിച്ച്. അവൻ അമ്പലമതിൽ കിട്ടിനപ്പുറത്തേക്ക് പതുങ്ങി നീങ്ങുന്നു. അവൻ ചവിട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന കൈകളുടെ ശബ്ദം. ഓഹോ, അതിന് അവരെ തടയാൻ ഗോവിന്ദേട്ടൻ ഒന്നും ചെയ്തില്ലേ? ഇല്ല, ചെയ്യാൻ പാടില്ല. കാരണം എല്ലാവരെയും കുടിക്കലാക്കണമെങ്കിൽ ഒരു പ്ലാൻ വേണം. അതാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചിരുന്നത്. ആട്ടെ, ആരാ നേതാവ്? ഏതായാലും ഇതത്ര എളുപ്പം തെളിയുന്ന കേസാണോ തോന്നുന്നില്ല. തെളിയുന്നു. ഭരണകക്ഷി പ്രതിപക്ഷമാണ് കേട്ടതെന്നും പ്രതിപക്ഷം ഭരണകക്ഷിയാണ് കേട്ടതെന്നും പറയുമ്പോൾ എവിടെ തെളിയാനാ? ഈ സംഭവം കാരണം പാർട്ടി 1-2 കൂടി പിളർന്നില്ലേ? ഏതായാലും നമുക്ക് 4-5 നേതാക്കന്മാരെ കിട്ടുകയും ചെയ്തു. എനിക്ക് നല്ലവണ്ണം അറിയാം ഈ വിഗ്രഹമോഷണത്തിന് പിന്നിൽ ദേവനാണെന്ന്. ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ കയ്യിലാണ് താക്കോൽ. അതെടുത്ത് തുറന്നാൽ സംഗതി പുറത്തെല്ലാവരും അറിയും. അതുകൊണ്ട് മനഃപൂർവ്വം ശ്രീകോവിലിന്റെ ഓടിളക്കിയാണ് സാധനം തട്ടിയെടുത്തത്. അവൻ എസ് ഐ ട്രെയിനിന് പോയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ശാന്തിക്കാരനെയും അങ്ങനെയുള്ള മകനെ ആരും സംശയിക്കത്തുമില്ലല്ലോ. ശ്രീകോവിലിന്റെ ഓട് പൊളിച്ചകത്ത് കിടന്ന് ഇത്രയും ഘനമുള്ള വിഗ്രഹം എടുക്കണമെങ്കിൽ സ്വല്പ ആരോഗ്യം വേണം. ദേവനാണെങ്കിൽ വേണ്ടുവോളം തണ്ടും കരുത്തും ഉണ്ട് താനും. അതെ അതെ, ഇത് വെച്ച് നമുക്കൊരു പ്ലാൻ ചെയ്യാം. അവൻ എത്ര കാലം എസ് ഐ ആയിട്ട് വിലസുമെന്ന് നമുക്കൊന്ന് നോക്കാം.
മിണ്ടിപ്പോരുത്. ഞാൻ വിഗ്രഹം മോഷ്ടിക്കുന്നത് നീ കണ്ടുവല്ലേ? അയ്യോ ഇനി ഞാൻ കാണാൻ കേൾക്കും ചെയ്യില്ല, വെറും തമാശ പറഞ്ഞതാണ്. നിനക്ക് തമാശ കളിക്കാൻ എന്നെ കിട്ടിയുള്ളൂ അല്ലേ? ഇനി മേലാൽ എന്നെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് എന്റെ ഓടാ അവിടെ ഓടാ. അത് അവളാണെന്നാ തോന്നുന്നത്. പിടിക്കൂ. എന്നാലും എന്റെ മോളെ പിടിക്കാൻ ആ കാലമാടന്മാര് പുറകെ നടക്കുന്നത് എന്തിനാണാവോ? എന്റെ ഭഗവതി, അവരുടെ തലയെടുത്തേ വീഴതേ. മീനാക്ഷി, കുട്ടികളെ പിടിക്കുന്ന ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു വഴിയേ ഉള്ളൂ, ബിന്ദുവിനെ കൂടുതൽ പുറത്ത് വിടാതിരിക്കുക. ഞാൻ പുറമേ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. കുട്ടികളെ പിടിയന്മാരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ അവനെ വെറുതെ വിടില്ല. മണിയണ്ട, നീ ഇവിടെ ഉണ്ടല്ലോ.
ബിന്ദു? ഒരു താടിക്കാരൻ തന്നതാ. കളിപ്പാട്ടങ്ങളാണത്രേ. ദേവേട്ട് നിനക്ക് തരാൻ വേണ്ടി കൊടുത്തയച്ചതാ. എന്താ മണിയണ്ട ഇത്? മോൾക്ക് കളിക്കാൻ വേണ്ടി ദേവേട്ടൻ കൊടുത്തയച്ചതാ. തരൂ മണിയണ്ടാ. നീ തന്നില്ലെങ്കിൽ മോൾ അമ്മയെ വിളിക്കും. അമ്മേ, എന്താ മോൾ, എന്താ ഉണ്ടായത്? ഒരു താടിക്കാരൻ കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഒരു കുട്ടി കൊണ്ടു തന്നതാ. എന്റെ മോള്. ഞാൻ പോട്ടെ, നേരം വൈകി തുടങ്ങി. നാളെ കോളേജിൽ വെച്ച് കാണാം. ശരി, നന്നായി പഠിച്ചു കേട്ടോ. ദാ എക്സാം അടുത്ത് വരിക. ശരി. ഇവനാണ് ഏറ്റവും വലിയ ശല്യം. ഇവനെയും കൂടി നമുക്ക് തട്ടണം. നീ എത്തിക്കോ. വേണ്ട. മണിയണ്ട, ഞാനിവിടെ നിൽക്കാം. വേണ്ട, നീ എന്റെ കൂടെ വാ. നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ പോയില്ല. വാ. ചേച്ചിക്ക് എന്തിനാ പേടി? ദാ മണിയണ്ടൻ. അപ്പൊ പിന്നെ എനിക്കൊരു പേടിയില്ല. ശരി, എന്നാ ഇവിടെ നിൽക്ക്. ചേച്ചി ഒരു നിമിഷം കൊണ്ട് തൊഴുതിട്ട് വരാം. അതവൾ തന്നെ.
എല്ലാവരും രക്ഷപ്പെട്ടു. ഏതായാലും അവളെ രക്ഷപ്പെടാൻ വിട്ടുകൂടാ. വാടാ. എന്റെ കുഞ്ഞിനോട് ആർക്കാ ഇത്ര വിരോധമെന്ന് എനിക്കറിയില്ല അമ്മാനെ. ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നിട്ട് എന്താ ഒരു നേട്ടം? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ പേടിക്കാതിരിക്കണം. ഏതായാലും കുട്ടിയെ തൽക്കാലം ഒറ്റയ്ക്ക് പുറത്തു വിടരുത്. ഓ ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. പ്രിയപ്പെട്ട ദേവേട്ടന് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇന്ന് എന്റെ പ്രശ്നം എന്റെ അനിയത്തിയുടെ ജീവിതമാണ്. മറ്റാരും അറിയാത്തൊരു കാര്യം ഞാനിന്ന് ദേവേട്ടന് എഴുതുകയാണ്. വിഗ്രഹം മോഷ്ടിച്ച ആളുകളെ ബിന്ദു കണ്ടിരുന്നു. 2-3 പ്രാവശ്യമായി അവരവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവരെപ്പോഴും അവളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെനിക്കും അവൾക്കും ഒഴിച്ച് മറ്റാർക്കും അറിയില്ല. എന്റെ ദേവേട്ട, അച്ഛനാകെ തളർന്നിരിക്കുന്നു. വീട്ടിലൊരു ആൺകരിയില്ല. ഞങ്ങളെ രക്ഷിക്കാൻ ദേവേട്ടൻ എത്തില്ലേ? പോയല്ലോളാ എന്താ മോളെ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ പൊന്ന് അനിതയെ സമ്മതിക്കാം. ഒറ്റ വെടിക്ക് ആനയും ചത്തു.
ആനക്കാരനും ചത്തു. പെണ്ണിന്റെ കാശ് പോയാളിയാ. നമുക്ക് ആ കൊക്കിയിലെങ്ങനെ തള്ളിയേക്കാം. ആ എന്താണോ ഇത്? റോഡിങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട വാഹനങ്ങൾക്ക് പോണ്ടേ? എന്ത് ചെയ്യാനാ സാറേ, നടു റോഡിൽ വണ്ടി നിന്നുപോയി. സാറന്മാരോടി ഒന്ന് സഹായിച്ചാൽ സൈഡ് ഒതുക്കിയിടാം. ഡ്രൈവറെ, തള്ളിത്തരാം, ഒതുക്കിയിടണം. എവിടെ പോയതാ അവൻ? അവൻ നമ്മളെ പറ്റിച്ചതാ. എടുക്കണേ സാർ, അവളെ വിടരുത്. എല്ലാം ദൈവഹിതമാണെന്ന് കരുതിക്കൊള്ളൂ കുട്ടി. മണികണ്ഠനും ബിന്ദുവോളും പോയപ്പോ അത് താങ്ങാൻ രാമൻ നായർക്കായില്ല. രാമൻ നായർ മരിച്ചു എന്ന് കരുതി നിങ്ങൾ അനാഥരായെന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാകരുത്. എന്തിനും ഏതിനും ഒരു തുണയായി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ബിന്ദുവിനെ കണ്ടുപിടിക്കാൻ ആവുന്നത്ര ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. കൃഷ്ണകുട്ടി, കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തോളൂ. ശരി, ഞാൻ ഉടനെ വരാം. ബോസിന്റെ അർജന്റ് കോൾ ഉണ്ടായിരുന്നു. ഞാൻ നാളെ ബോംബെയിൽ എത്തണം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് പോകും, മറ്റു കാര്യങ്ങൾ വന്നിട്ട്. അതുവരെ ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം വളരെ ഗൗരവമായി തന്നെ നോക്കണം. തരം കിട്ടിയാൽ ഞാൻ ഉടൻ തിരിച്ചു വരും. ശരി മാഡം. ദെൻ ഓക്കെ, നിങ്ങൾക്ക് പോവാം. ദേവി, ദേവിയെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ദേവി കരയരുത്. വിധിയുടെ ഓരോ കളി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ദേവി? അമ്മ ഒരേ കിടപ്പ, ബോധമില്ല. ഇടയ്ക്കിടെ ബോധം തെളിയുമ്പോ ബന്ധുവിനെ വിളിച്ച് കരയും.
പറ്റിയെന്ന് ഓർക്കുമ്പോഴാ ഞാനും. ഇങ്ങനെ മനസ്സുറപ്പില്ലാതായാലും ദേവിയല്ലേ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ടത്? എന്നാലും ദേവേട്ട, മോളുടെ കാര്യം ഓർക്കുമ്പോ മനസ്സ് പിടയ്ക്കുക. എന്റെ ബിന്ദുമോൾ. ദേവിയുടെ ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത്. ഞാൻ എന്ത് ചെയ്യാനാ ദേവേട്ട? നീ ധൈര്യമായിരിക്കും. ബിന്ദുമോൾ എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അതെന്റെ കടമയാണ്. ആ രാമൻ നായർ പോയതോടുകൂടി ആ കുടുംബത്തിന്റെ ഗതി എന്താവുമാവോ? എന്താവാനാ തിരുമേനി? അവർക്ക് നമ്മളൊക്കെ ഇല്ലേ? അവരുടെ കണ്ണുനീര് വീണ ഭഗവതി നമ്മോട് പൊറുക്കോ? ആ ബിന്ദുമോൾക്ക് എന്ത് പറ്റിയാവും? അത് ആലോചിക്കുമ്പോഴാണ് നെഞ്ചു പൊട്ടുന്നത്. അതങ്ങനാ തിരുമേനി. ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ അല്ലയോ? ആ ഭഗവതി ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലൊക്കെ നടക്കൂ. അറിഞ്ഞില്ലേ, ദേവൻ ഇവിടെ പുതിയ SI ആയി ചാർജ് എടുത്തു. ജീവിതത്തിൽ ഇങ്ങനെ ഒരു തോൽവി അതോർക്കുമ്പോഴാണ്. ആ പെണ്ണാണെങ്കിൽ അടുക്കുന്ന ഒരു ലക്ഷണമില്ല. ദേവനാണെങ്കിൽ SI ആയിട്ട് ഇവിടെ തന്നെ ചാർജ് എടുക്കുകയും ചെയ്തു. ഇതിപ്പോ അംഗം വെട്ടാൻ ചെന്നപ്പോ വാളിന്റെ മുന ഒടിഞ്ഞതുപോലെയായി. ആനക്കേട്. അത്ര എളുപ്പത്തിൽ മുനയൊടിയുന്ന വാളല്ല വിക്രമന്റെയിലുള്ളത്. വിടവ് കളിയ അടവ് 18 പയറ്റണം. എന്നിട്ടും വീടുന്നില്ലെങ്കിൽ പിന്നൊന്നുണ്ടല്ലോ 19ാമത്തെ. അളിയന് മനസ്സിലായില്ലല്ലേ? ദേവി മഹാമായേ, ആരാണാവോ? എവിടെന്നാ മനസ്സിലായില്ല. ഒരു പരദേശിയാ. 41 ദിവസത്തെ ഭജന ഇരിക്കാൻ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഭജിക്കാനും പ്രാർത്ഥിക്കാനും വിഗ്രഹം ഉണ്ടായിട്ട് വേണ്ടേ? കലികാലത്തിന്റെ ഒരേ വിന ഭഗവതിയുടെ വിഗ്രഹം വരെ മോഷ്ടിക്കാമെന്നായില്ലേ? ഭഗവതിയുടെ രൂപം മനസ്സിലുള്ളപ്പോ വിഗ്രഹം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. ദേശാടനത്തിന്റെ ക്ഷീണം. കുറ്റവാളികളെ കണ്ടുപിടിക്കുക. കുറ്റവാളികളെ കണ്ടുപിടിക്കുക. വിഗ്രഹമോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുക. അന്വേഷണം നടത്തുക. വിഗ്രഹമോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുക. വിഗ്രഹമോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുക. വിഗ്രഹമോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുക. വിഗ്രഹമോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുക. പഴയ തൊഴിൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ ഇൻസ്പെക്ടർ? ഞാൻ ഇൻസ്പെക്ടർ കുപ്പായം കണ്ട അറിയില്ലേ? എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. താനെന്താ ശ്രീകൃഷ്ണനാണ്? അവളെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ വന്നത്. അത് മനസ്സിലായി. ആദ്യം ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തും. പിന്നെ ആ പാവങ്ങൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അല്ലേ? ദേവനല്ല, ഇൻസ്പെക്ടർ. വെറും ദേവനായിരുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങൾക്ക് ഞാനും ദൃക്സാക്ഷിയായിരുന്നല്ലോ. അന്ന് എനിക്ക് കൈക്കരുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അധികാരം കൂടിയുണ്ട്. നിങ്ങളെക്കുറിച്ച് വളരെയധികം പരാതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ നാട്ടിലൊരു പ്രമാണിയുടെ മകനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കണ്ട എന്ന് കരുതി. കൂട്ടുകാരൊക്കെ അവിടെ? ബാലൻ ഗൾഫിലാണ്, സോമൻ ബോംബെയിലെ ഒരു കമ്പനിയിൽ. അവര് ജീവിക്കാൻ പഠിച്ചു. അല്ല, ഞാനും ഗൾഫിലേക്ക് പോകണം. നല്ല കാര്യമാണ്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും അവിടുന്ന് കൊണ്ടുവരുന്നതും കുറെ സൂക്ഷിക്കണം. നമ്മുടെ നാടല്ല. പിന്നെ മര്യാദയ്ക്ക് നടന്നാൽ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കാണേണ്ടി വരില്ല. ഓക്കെ? ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ കാർ കണ്ടത്. നിറം ചന്ദന കളറാണെന്നാണ് തോന്നുന്നത്. നല്ല വേഗതയിൽ ആ കാർ ഓടിച്ചു പോയത്. അതുകൊണ്ട് നമ്പർ കാണാൻ പറ്റില്ല സാർ. പിന്നെ
ഇന്ന് രാത്രിയിലും നിങ്ങൾ രണ്ടുപേരും അല്ലേ ഡ്യൂട്ടിക്ക്? അതെ സാർ. കുറെ കൂടെ ശ്രദ്ധിച്ചിരിക്കണം. സാർ. നമസ്കാരം. തിരുമേനി പറഞ്ഞപ്പോഴാ അറിയുന്നത് ഭജനത്തിന് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. ഇത് ശ്രീകാര്യം, കണക്ക് ചെമ്പകരാമൻ നാരായണപിള്ള. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കണ്ട. ഭഗവതിയെ അറിയിക്കാനുള്ള ആവശ്യങ്ങളേ ഉള്ളൂ. ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ സൗകര്യങ്ങൾ തീർന്നു. ലൗകിക ചിന്ത മനസ്സിനെ ഭരിക്കാൻ തുടങ്ങിയാൽ ഈശ്വരചിന്തയ്ക്ക് എവിടെയാ സ്ഥാനം? അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടാമെന്ന് കരുതി. മരുന്നും മന്ത്രമൊന്നും വേണ്ട മോളെ, എന്റെ കുഞ്ഞിനെ കിട്ടിയാ മതി. ഇത് കുടിക്കുവല്ലേ? മരുന്ന് കഴിക്കാതെ എങ്ങനെ രോഗം മാറുന്നേ? എന്തിനാ ഇങ്ങനെ കിടന്നങ്ങ് ചത്താ മതി. എന്റെ ബിന്ദുമോളെ കാണാതെ ജീവിക്കുന്നതിലും ഭേദം അതാ. അമ്മേ, ഞാൻ ആ പെണ്ണിനെ കണ്ടു. ഏത് പെണ്ണാടാ? നമ്മുടെ കൗസല്യ? അതല്ലടാ, നമ്മളെ പറ്റിച്ചോടിയ ആനക്കാരന്റെ മോളെ. എവിടെ വെച്ച്? അമ്പലത്തിനടുത്ത് വെച്ച്. എന്നിട്ട് നീ എന്താ അവളെ പിടിക്കാതിരുന്നത്? പെട്ടെന്ന് ഞാൻ അന്തം വിട്ടുപോയടാ. പിന്നെ നോക്കിയപ്പോ കണ്ടില്ല. ആദ്യം നീ ഇത് പിടിപ്പിക്കേ, എന്നിട്ട് പോയി നോക്കാം. എല്ലാം ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുതമ്മേ. എന്റെ മോൾ ബിന്ദുമോൾ എത്രയും വേഗം തിരിച്ചെത്തും. അമ്മ സമാധാനമായിരിക്കും. അമ്മയ്ക്കൊപ്പം കരഞ്ഞ് അമ്മയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പോട്ടെ, ഒരുപാട് ജോലി തിരക്കുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നടക്കണം. നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളൊക്കെ മോട്ടിച്ചതും പോരാ, ഞങ്ങളെ പറ്റിക്കാൻ രൂപം മാറി നടക്കുന്നു അല്ലടാ. എടാ, ഉരുട്ടൽ ബാലമ്പിള്ള എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ലേ, അങ്ങ് വാ, കാണിച്ചു തരാം.
നിന്റെ ഈ തോലിന്റെ ചിരിയുണ്ടല്ലോ ഞങ്ങളുടെ ഏമാന്റെ രൂപം കാണുമ്പോ അവിടെ നിൽക്കും. സകല തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. പുള്ളിയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. സാർ ഇവര് അറിയാതെ ചെയ്തു പോയതാണ്. സാരമില്ല, ഞാൻ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറേയേറെ ശ്രമിച്ചിട്ടുണ്ടല്ലോ. താങ്കൾ പറയുന്നത് സമുദായത്തിലെ ഉന്നത തലത്തിലുള്ളവരാണ് ഇതിന്റെ പിന്നിലെന്നാണ്? അതെ സാർ, നമ്മുടെ ഇടയിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ വിദേശീയർക്ക് അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ താഴേക്കിടയിലുള്ളവരുടെ മേലാണെന്ന് മേലേക്കിടയിലുള്ളവരെ ധരിപ്പിക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അവർ കൂടുതൽ സ്വാതന്ത്ര്യമായി പെരുമാറാൻ തുടങ്ങും. പല തെളിയാത്ത വിഗ്രഹമോഷണങ്ങളും കഥകളും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. വിഗ്രഹം മോഷ്ടിച്ചവർ കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ്. തലച്ചോർ മറ്റെവിടെയോ ആണ്. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മിസ്റ്റർ ദേവൻ, താങ്കളാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർ. സോ യു വിൽ ഹാവ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് ദി പീപ്പിൾ ആൻഡ് സർക്കംസ്റ്റൻസസ്. ബി വിജിലന്റ് ആൻഡ് അലർട്ട്. സാർ, ഞാനും അദ്ദേഹത്തിന്റെ അതേ വീക്ഷണത്തിൽ കൂടിയാണ് കരുക്കൾ നീക്കുന്നത്. വെരി ഗുഡ്. സാർ, എനിക്കൊന്നേ പറയാനുള്ളൂ. കാപ്പാനകളില്ലാതെ ഇങ്ങനൊരു സംഭവം നടക്കില്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധ മുഴുവൻ അത്തരം ആളുകളിലായിരിക്കണം. അതാ എന്റെ അഭിപ്രായം. കോഴിനേട്ടൻ മോളെ കണ്ട കാര്യം ആരോടും പറയരുത്. പറയോ? അതെന്താ മോളെ? മോളെ കാണാൻ അമ്മയും ചേച്ചിക്ക് എന്തുമാത്രം വിഷമിക്കുണ്ടെന്നറിയോ? അമ്മയും ചേച്ചിയും ഇപ്പൊ മോളിവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. അതൊരു രഹസ്യ കോഴിനേട്ടാ. അതെന്ത് രഹസ്യമാ മോളെ? മോള് പറയാം, എല്ലാം പറയാം. മോളെ, മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി മോളെ കൊല്ലാൻ ആരും വരില്ല. എല്ലാം ഈ അങ്കിള് നോക്കിക്കോളാം. അങ്കിള് പറയുന്ന പോലെ മോളെ അനുസരിച്ചാ മതി. അനുസരിക്കും. എന്താ മോളെ, അങ്കിള് പറയുന്ന പോലെ മോള് കേൾക്കുമോ? അമ്മയും ചേച്ചിയും എല്ലാരും മോൾ എപ്പോഴാ കാണുന്നേ? അമ്മയും ചേച്ചി എല്ലാരെയും കാണാം. അതിനു മുമ്പ് മോടെ മണികണ്ഠനെ കൊന്നവരെ കണ്ടുപിടിക്കണ്ടേ? മോളെ കൊല്ലാൻ വന്നവരെ കണ്ടുപിടിക്കണ്ടേ? ഇതിനൊക്കെ പുറമെ ഭഗവതിയുടെ വിഗ്രഹം എടുത്തവരെയും കണ്ടുപിടിക്കണം. വേണ്ടേ?
ആ മിടുക്കി. അതിന് മോൾ അങ്കിള് പറയുന്നൊക്കെ അനുസരിക്കണം. വാ. എന്താ മോളെ, എന്തുണ്ടായി? ഞാൻ മണികണ്ഠനെ സ്വപ്നം കണ്ടു. അത്രേ ഉള്ളൂ മോളെ. മണികണ്ഠനെ ഓർത്ത് കിടന്നുകൊണ്ടാ സ്വപ്നം കണ്ട്. സാരമില്ല, മോൾ ഉറങ്ങിക്കോ, പേടിക്കണ്ട, ആങ്കിൾ ഇവിടെ ഉണ്ട്. ബന്ധുക്കൾക്ക് ഭാഗ്യമുണ്ട്, ദേവിയുടെ അനുഗ്രഹവും, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇതാരോടും പറയരുത് കേട്ടോ. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇതിന്റെ ഒരു കുട്ടൻസ് പിടികിട്ടാനല്ലേ ഗോവിന്ദൻ ഇവിടെ കിടന്ന് കറങ്ങിയത്. ആരോ വരുന്നുണ്ട്, നമുക്ക് മരത്തിന് പിന്നെ വിളിക്കാം. എന്ത് ചെയ്യണമെന്ന് ധാരണയില്ലാതെ ആലോചിക്കാനൊന്നുമില്ല. ഇതുവരെയും സാധനം മാറ്റാൻ പറ്റിയില്ല. ഇനിയും മാറ്റിയില്ലെങ്കിൽ പോലീസിൽ പെട്ടത് തന്നെ. എങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് സാധനം കടത്തിയേക്കാം. വാ വാ. നമുക്കൊന്ന് പോയി നോക്കാം. അത് വേണോ? കാര്യമില്ല, വാ കുഞ്ഞേട്ടാ. മോള് പോയിക്കോ, ഗോവിന്ദന്റെ പുറകെ വന്നേക്കാം. അതൊക്കെ അയ്യോ ഞാനല്ലേ. അനിതയെ ബോംബെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് വിവരം കിട്ടിയത്. ഇപ്പൊ മണി 4 കഴിഞ്ഞിരിക്കും. നമുക്കുടനെ വിഗ്രഹങ്ങളെല്ലാം ബോസിന്റെ അടുത്ത് എത്തിക്കണം. ഇപ്പോഴിവിടുന്ന് പുറപ്പെട്ടാൽ നാളെ രാവിലെ 8 മണിക്ക് മുമ്പായി ബോസിന്റെ അടുത്ത് എത്താൻ പറ്റും. ഹലോ, അങ്കിൾ. ഞാനാണ്. അവരിവിടെ ഉണ്ട്. എവിടെ? അവര് ഇവിടെ ഉണ്ട്. വേഗം വരൂ അങ്കിൾ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇൻസ്പെക്ടർ ദേവനില്ലേ?
പുറകെ പോലീസ് വരുന്നുണ്ട്. നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ. കൊച്ചു മിടുക്കി. പൊടി പെണ്ണാണെങ്കിലും നീ ആളൊരു കേമിയാണല്ലോ. പ്രായത്തിനൊത്ത കളിയല്ലല്ലോ നീ കളിച്ചത്. ആട്ടെ, പൊന്നുമോൾക്ക് എന്താ വേണ്ടത്? ഓ, ഭഗവതിയുടെ തിരുവിഗ്രഹം കാണണമായിരിക്കും. അതിനു മുൻപ് നീ കാണിച്ച സാമർഥ്യത്തിന് എന്തെങ്കിലും സമ്മാനം വേണ്ടേ? അത് തരാനല്ലേ ഇവിടം വരെ കൊണ്ടുവന്നത്. Come on. കാര്യസ്ഥൻ നാരായണപിള്ള. ഈ കുട്ടിയെ രക്ഷിക്കാനല്ലേ ഇത്രയും സാഹസപ്പെട്ട് നിങ്ങൾ ഇതുവരെ വന്നത്? ഒരടി മുന്നോട്ട് വെക്കരുത്. വെച്ചാൽ ഈ കുട്ടിയുടെ ജഡം ആ കൊക്കയിൽ കിടക്കും. പോകൂ, പോകാൻ. തൽക്കാലം നിന്നെ ഞാൻ കൊല്ലുന്നില്ല. കാരണം എനിക്ക് രക്ഷപ്പെടണം.
എടുത്ത് ജീപ്പിലിട്. മിസ്റ്റർ നാരായണപിള്ള, ജയിലിൽ തന്നെ വിളവ് തിന്നു വരുന്നല്ലേ? പറയടാ, വിഗ്രഹങ്ങളല്ലേ അവിടെ? നമ്മുടെ നാട്ടിലെ ഏറ്റവും കുഴലടക്കം സൃഷ്ടിച്ച വിഗ്രഹമോഷണ കേസിൽ പ്രായത്തിൽ കവിഞ്ഞ ധീരത കാട്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ച ബിന്ദു എന്ന ഈ കൊച്ചുമിടുക്കിക്ക് ധീരതയ്ക്കുള്ള പാരിതോഷികമെന്ന നിലയിൽ ചരിഞ്ഞുപോയ മണികണ്ഠനാനയുടെ സ്മാരകമായി ഈ സുവർണ ശില്പം ഞാൻ സമ്മാനിച്ചുകൊള്ളു.